അപ്രതീക്ഷിത പേമാരിയിൽ ചാലക്കുടി പുഴയിലെ ജലവിധാനം ക്രമാതീതമായി ഉയർന്നു. മഴ നിലച്ചതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിന് ശമനമായി. അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും സന്ദർശകർക്ക് പ്രവേശനമില്ല. ജില്ലയിൽ നാളെ റെഡ് അലർട്ട്. പുത്തൂർ കള്ളായിലെ അനധികൃത പന്നി ഫാമിനെതിരെ പ്രതിഷേധം. പന്നി ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പരമ്പരാഗത മത്സ്യബന്ധന യാനകൾക്കുള്ള മണ്ണെണ്ണ വിതരണം അവതാളത്തിലായി. സർക്കാർ സബ്സിഡിയോടുകൂടി ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിതരണം വഴിപാടായി മാറിയതോടെ സ്വകാര്യ വിപണിയെ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ മത്സ്യത്തൊഴിലാളികൾ. എല്ലാ മാസവും ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ കിട്ടുന്നത് ഏതാനും തവണകൾ മാത്രം. വീട്ടിലെ പുല്ല് പറിച്ചില്ലെന്നാരോപിച്ച് ഭാര്യയെയും മക്കളെയും ക്രൂരമായി മർദ്ദിച്ച സംഭവം. ഭർത്താവ് പന്തല്ലൂർ സ്വദേശി വിനീഷിനെതിരെ കേസെടുത്ത് കുന്നംകുളം പോലീസ്. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച തൃശൂർ പബ്ലിക് ലൈബ്രറിയുടെ പുതിയ കെട്ടിടം തെരുവ് നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറുന്നു. വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതും അഗ്നിരക്ഷാ സംവിധാനം ഇല്ലാത്തതും കെട്ടിടം തുറന്ന് പ്രവർത്തിക്കാൻ തടസ്സമാകും. നമസ്കാരം. വാർത്തകൾ വിശദമായി. അപ്രതീക്ഷിത പേമാരിയിൽ ചാലക്കുടി പുഴയിലെ ജലവിധാനം ക്രമാതീതമായി ഉയർന്നു. മഴ നിലച്ചതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിന് ശമനമുണ്ടായെങ്കിലും മഴ കനത്താൽ പ്രശ്നം ഗുരുതരമാകും. അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും സന്ദർശകർക്ക് വിലക്ക്. ഞായറാഴ്ച വൈകിട്ട് മുതൽ തുടർച്ചയായി അതിരപ്പള്ളി മേഖലയിൽ 10 സെന്റിമീറ്റർ തോതിൽ മഴ പെയ്തു. ഇതേ തുടർന്നാണ് പുഴയിൽ അർദ്ധരാത്രി മുതൽ വെള്ളം ഉയരാൻ തുടങ്ങിയത്. തിങ്കളാഴ്ച പുലർച്ചെ ജലനിരപ്പ് 5.45 മീറ്ററിലെത്തി. താഴ്ന്ന പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ ചെറിയ തോതിൽ വെള്ളം കയറുകയും ചെയ്തു. നിലവിൽ എല്ലാ ഡാമുകളും നിറഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട് ഷോളയാർ ഡാമിൽ വെള്ളത്തിന്റെ അളവ് 100% ഇവിടെ നിന്ന് കേരള ഷോളയാറിലേക്കും തമിഴ്നാട്ടിലെ പറമ്പിക്കുളം ജലസംഭരണിയിലേക്കും വെള്ളം തുറന്നുവിടുന്നുണ്ട്. നിറഞ്ഞുകിടക്കുന്ന പറമ്പിക്കുളത്ത് നിന്നും പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് ചെറിയ തോതിൽ വെള്ളം ഒഴുകുന്നുണ്ട്. കേരള ഷോളയാറിൽ വൈദ്യുതി ഉൽപാദനത്തിന് പുറമെ അധിക ജലം പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് എത്തുന്നുമുണ്ട്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ വീണ്ടും ഒരു വെള്ളപ്പൊക്ക ഭീഷണി ഉടലെടുക്കുകയാണ്. ഇനി തുടർച്ചയായി മഴയുണ്ടായാൽ എല്ലാ നിയന്ത്രണങ്ങളും കൈവിട്ടു പോകുമെന്നാണ് പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ആശങ്കപ്പെടുന്നത്. TCV ന്യൂസ്, ചാലക്കുടി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കും. ഇന്ന് 14 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. നാളെ തൃശൂർ ജില്ലയിൽ റെഡ് അലർട്ടാണ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. പുത്തൂർ കള്ളായിയിലെ അനധികൃത പന്നി ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരം തുടരുന്നു. സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളും മലിനീകരണ സംവിധാനങ്ങളും ഒരുക്കാതെയാണ് ഫാം പ്രവർത്തിക്കുന്നതെന്ന് ജനകീയ സമരസമിതി ആരോപിച്ചു. പ്രദേശത്ത് കുടിവെള്ളം മലിനമാവുകയും ദുർഗന്ധം രൂക്ഷമാവുകയും ജനകീയ സമരസമിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. മലിനീകരണം സംവിധാനം ഒരുക്കാതെ പ്രവർത്തിക്കുന്ന പന്നി ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ സമരം CPM തൃശൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മേഴ്സി അധ്യക്ഷത വഹിച്ചു. ബ്രൈറ്റ് കള്ളിപ്പറമ്പിൽ, വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ നാടിന്റെ പ്രശ്നത്തിന് ഞങ്ങൾ ഇവിടെ കൂട്ടുന്നത് ഈ രാജ്യത്ത് കിട്ടുന്ന അവകാശങ്ങൾ ഏത് തരത്തിലും ആ പൗരന് കിട്ടണം. ആ പൗരന്റെ വിഷയം ആ തരത്തിൽ പരമ്പരാഗത മത്സ്യബന്ധന യാനകൾക്കുള്ള മണ്ണെണ്ണ വിതരണം അവതാളത്തിലായി. ആയിരക്കണക്കിന് യാനകളാണ് അഴീക്കോട്, മുനമ്പം, അഴിമുഖം കേന്ദ്രീകരിച്ച് മാത്രം പണിയെടുക്കുന്നത്. സർക്കാർ സബ്സിഡിയോടെ ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിതരണം വഴിപാടായി മാറിയതോടെ സ്വകാര്യ വിപണിയെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് തൊഴിലാളികൾ. ഫിഷറീസ്, സിവിൽ സപ്ലൈസ് വകുപ്പുകളുടെ അലംഭാവമാണ് മണ്ണെണ്ണ വിതരണം മുടങ്ങാൻ കാരണമെന്ന് ആരോപണമുണ്ട്. യാനങ്ങളും ഇവയിൽ ഘടിപ്പിക്കുന്ന ഔട്ട്ബോർഡ് എഞ്ചിനുകളും 2 വകുപ്പുകളും പരിശോധിച്ചാണ് മണ്ണെണ്ണ പെർമിറ്റ് അനുവദിക്കുന്നത്. 10 HP മോട്ടറുള്ള യാനത്തിന് 129 ലിറ്റർ, 10 മുതൽ 15 HP വരെ 136 ലിറ്റർ, 15 HP മുകളിലുള്ളതിന് 180 ലിറ്ററുമാണ് പ്രതിമാസം മണ്ണെണ്ണ വിഹിതം. മുൻപ് എല്ലാ മാസവും നൽകിയിരുന്ന മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ വർഷത്തിൽ ഏതാനും തവണകൾ മാത്രമായി മാറിയിരിക്കുകയാണ്. സർക്കാർ അനുവദിച്ചു തരുന്ന നീലമണ്ണെണ്ണ കിട്ടിയിട്ട് 10 വർഷത്തോളമായി. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ്
നമ്മൾക്ക് ഒരു പെർമിറ്റിന് 40 HP എഞ്ചിൻ പ്രവർത്തിക്കുന്ന ഒരു പെർമിറ്റിന് 600 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ശോഷിച്ച് ഇപ്പോൾ ഒരു മിനിമം ഒരു 60 ലിറ്ററിന് താഴെ എത്തി. അത് വർഷത്തിൽ 2 തവണയായി. എത്രയും പെട്ടെന്ന് അത് മത്സ്യമേഖലയ്ക്ക് അത്രയും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മണ്ണെണ്ണ ലഭ്യമായാൽ അത് പരമ്പരാഗത മേഖലയ്ക്ക് അത് വലിയൊരു ഉണർവായിരിക്കും. 1 ലിറ്ററിന് 25 രൂപ സബ്സിഡിയോടെ മത്സ്യഫെഡ് നിയന്ത്രിതമായ അളവിൽ മണ്ണെണ്ണ വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ പൊതുവിതരണ വകുപ്പ് വഴി ലഭിച്ചിരുന്ന വിലക്കുറവുള്ള മണ്ണെണ്ണ കിട്ടാക്കനിയായ അവസ്ഥയാണുള്ളത്. ഒരു ചെറുവള്ളവും അനുബന്ധ വള്ളങ്ങളും ഒരു തവണ കടലിൽ പോയി വരുന്നതിന് 500 ലിറ്ററോളം ഇന്ധനം ആവശ്യമായി വരും. മണ്ണെണ്ണ ലഭിക്കാത്ത സാഹചര്യത്തിൽ വിപണിയിലുള്ള രാസലായനി ഉപയോഗിച്ച് എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നവരുടെ എണ്ണം ഏറി വരികയാണ്. ഇൻബോർഡ് വള്ളങ്ങൾ ഡീസൽ എഞ്ചിൻ ഘടിപ്പിക്കുന്നതുകൊണ്ട് അവയെ മണ്ണെണ്ണ പ്രതിസന്ധി ബാധിക്കുന്നില്ല. ചെറുകിട മത്സ്യത്തൊഴിലാളികളാണ് മണ്ണെണ്ണ പ്രശ്നത്തിൽ വലയുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വീട്ടിലെ പുല്ല് പറിച്ചില്ലെന്നാരോപിച്ച് ഭാര്യയെയും മക്കളെയും മർദ്ദിച്ച സംഭവത്തിൽ പന്തല്ലൂർ സ്വദേശിക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. പന്തല്ലൂർ സ്വദേശി വിനീഷിനെതിരെയാണ് കേസെടുത്തത്. ഭാര്യ സിനി, മക്കളായ അദ്വൈത്, ആഘോഷ് എന്നിവരെയാണ് പ്രതി ആക്രമിച്ചത്. ഈ മാസം 1-ാം തീയതിയായിരുന്നു സംഭവം. മദ്യലഹരിയിൽ വീട്ടിലെത്തിയ പ്രതി വീട്ടിലെ പുല്ല് പറിച്ചില്ലെന്നാരോപിച്ച് സിനിയെ ക്രൂരമായി മർദ്ദിക്കുകയും തടയാനെത്തിയ 9 വയസ്സുള്ള മകനെ ഹെൽമറ്റ് ഉപയോഗിച്ച് അടിക്കുകയും 14 വയസ്സുള്ള മകനെ ചെരുപ്പ് കൊണ്ടും മുഖവും ചെവിയും അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച തൃശൂർ പബ്ലിക് ലൈബ്രറിയുടെ പുതിയ കെട്ടിടം തെരുവ് നായ്ക്കളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി മാറുന്നു. വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതും അഗ്നിരക്ഷാ സംവിധാനം ഇല്ലാത്തതുമാണ് കെട്ടിടം തുറന്ന് പ്രവർത്തിക്കാൻ തടസ്സമായിരിക്കുന്നത്. 1.5 നൂറ്റാണ്ടിലേറെ കാലത്തെ ചരിത്രം പേറുന്ന തൃശൂരിന്റെ സ്വന്തം അക്ഷരഖനിയായ ജില്ലാ പബ്ലിക് ലൈബ്രറിക്കായി ടൗൺഹാളിന് പുറകുവശത്തായി PWD റെസ്റ്റ് ഹൌസിനോട് ചേർന്ന് പുതിയതായി നിർമ്മിച്ച കെട്ടിടമാണ് നാളേറെയായി അനാഥമായി കിടക്കുന്നത്. 5 കോടിയിലധികം രൂപ ചെലവഴിച്ച് 3 നിലകളിലായി 17,000 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച കെട്ടിടമാണ് തെരുവ് നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും വിഹാര കേന്ദ്രമായി മാറിയത്. PWD ആണ് കെട്ടിടം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കെട്ടിടത്തിന് നമ്പറോ വൈദ്യുതി കണക്ഷനോ ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല, 3 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടത്തിൽ അഗ്നിരക്ഷാ സംവിധാനം ഒരുക്കുന്നതിലും പൊതുമരാമത്ത് വകുപ്പിന് പാളിച്ച സംഭവിച്ചു. ഇതെല്ലാം ഒരുക്കിയ ശേഷം മാത്രമേ പുതിയ ലൈബ്രറി കെട്ടിടം തുറന്ന് പ്രവർത്തിക്കാനാകൂ. എന്നാൽ വൈദ്യുതി കണക്ഷനുള്ള അനുമതി ലഭിച്ചതായും താൽക്കാലിക അഗ്നിരക്ഷാ സംവിധാനം ഒരുക്കി അധികം വൈകാതെ തന്നെ പബ്ലിക് ലൈബ്രറി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനാകുമെന്നും ലൈബ്രറി ഭാരവാഹികളും പറയുന്നു. വളരെ അപൂർവമായ പുസ്തക ശേഖരമടക്കം 1.25 ലക്ഷത്തിലേറെ വരുന്ന പുസ്തകങ്ങളുടെ സംരക്ഷകരായ തൃശൂർ പബ്ലിക് ലൈബ്രറി സ്ഥലപരിമിതിയാൽ വീർപ്പുമുട്ടുകയാണ്. കൂടാതെ കെട്ടിടത്തിന്റെ ചോർച്ചയും പുസ്തകങ്ങളുടെ സംരക്ഷണ കാര്യത്തിൽ ഇവർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ ആനക്കോട്ട സന്ദർശനം നടത്തിയ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെട്ട പണവും സ്വർണവും ഉടമയ്ക്ക് തിരികെ നൽകിയ ആനപ്പാപ്പാനെ കൂട്ടുകൊമ്പന്മാർ എലിഫന്റ് വെൽഫെയർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. 7.25 പവനും 1 ലക്ഷത്തിലേറെ രൂപയും അടങ്ങിയ ബാഗ് ശ്രദ്ധയിൽപ്പെട്ട ആനപ്പാപ്പാൻ സുബീഷ് ദേവസ്വം ഓഫീസിൽ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയായിരുന്നു. മഞ്ജുളാലിൽ നടന്ന ചടങ്ങിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ഫോറം അംഗം സുമൻ സുമേഷിന്റെ മകൾ വൈകാലക്ഷ്മിയെയും ആദരിച്ചു. ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ KP ഉദയൻ, എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീജിത്ത് വെള്ളപ്പായ, ഫോറം ഭാരവാഹികളായ ശരത് VT ജിഷ്ണു, PS സുജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. സാമൂഹിക സേവന സന്നദ്ധ സംഘടനയായ നീഡ്സിന്റെ നേതൃത്വത്തിൽ വിദ്യാദീപം പദ്ധതി ആരംഭിച്ചു. ഗുരുതര രോഗബാധിതരായ വിദ്യാർത്ഥികൾക്ക് തുടർച്ചയായി പഠന സഹായം നൽകുന്ന സാന്ത്വന പദ്ധതിയാണ് വിദ്യാദീപം. വിദ്യാദീപത്തിന്റെ ഉദ്ഘാടനം മുൻ സർക്കാർ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ നിർവഹിച്ചു. നീഡ്സ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ R ജയറാം അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ ഗുലാം മുഹമ്മദ്, ആശാലത, MN തമ്പാൻ, മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് ബോസ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 17 വനിതാ ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫോട്ടോ പ്രദർശന സംഗമത്തിന് ചുങ്കാൽ ഫോട്ടോ മ്യൂസിയം ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ഛായാഗ്രഹണ വൈദ്യഗന്ധത്തിനോടൊപ്പം ലിംഗ സാമൂഹ്യ സമത്വ സന്ദേശം ഉൾക്കൊള്ളുന്ന 38 ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ബിന്ദു പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, നന്ദകുമാർ മൂടാടി, സീമ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി വായനശാലയിൽ ഉപഭോക്തൃ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മനുഷ്യാവകാശ സമിതി നാഷണൽ കോർഡിനേറ്റർ ജോർജ് തോമസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പി.വി. രാമൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ, വനിതാ വൈസ് പ്രസിഡന്റ് ഇ. സുമതിക്കുട്ടി, വി. അച്യുതൻ നായർ, വർഗീസ് അത്താണി, സാലി തോമസ്, വായനശാല പ്രസിഡന്റ് ജോസ് മണി തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചി കളമശ്ശേരിയിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് കൊടുങ്ങല്ലൂർ സ്വദേശിക്ക് ദാരുണാന്ത്യം. 41 വയസ്സുള്ള അബ്ദുൾ സലാമാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സലാമിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. സ്വിഗ്ഗി ജീവനക്കാരായ അബ്ദുൾ സലാം ഓർഡർ എടുക്കാനായി പോകുന്നതിനിടെ സൗത്ത് കളമശ്ശേരി മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് ബൈക്കിന് പിന്നിൽ വന്നിരിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. കോൺഗ്രസ് മുല്ലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെയും കർഷക കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ എലവത്തൂർ മൃഗാശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മൃഗാശുപത്രിയിൽ മാസങ്ങളായി ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെ സേവനം ഇല്ലാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി P.K. രാജൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P.P. ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ NR അജിത് പ്രസാദ്, NA ഹസൻ, E. രാധാകൃഷ്ണൻ, അജിത് എലവത്തൂർ, ഷാജി ചീരോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ കർക്കിടക ചികിത്സയും ദശപുഷ്പങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് നടന്ന സെമിനാർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് ഓമന ബാബു ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് കൌൺസിലർ ടെന്നീസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. സെമിനാറിന് പാരമ്പര്യ വൈദ്യ ഗവേഷകൻ KU ഹരിദാസ് നേതൃത്വം നൽകി. ചടങ്ങിൽ അബാക്കസ് സീനിയർ വിഭാഗത്തിൽ ദേശീയ തലത്തിൽ 1ാം റാങ്ക് നേടിയ ഫിയോൺ ഗിവീസിനെയും MA ഗ്രാഫിക് ഡിസൈനിങ്ങിൽ 2ാം റാങ്ക് നേടിയ ഗ്ലിൻസി സക്രിയെയും 8ാം റാങ്ക് നേടിയ ഗ്ലീബി സക്രിയെയും ഉപഹാരം നൽകി ആദരിച്ചു. ഏനമാങ്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സ്കൂൾ കലോത്സവം നടന്നു. ഫാദർ അജിത് ചിച്ചിലപ്പിള്ളി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുമായി നൃത്തച്ചുവടുകൾ വെച്ച അദ്ദേഹം സ്കൂൾ കലാപ്രതിഭകളെ ആവേശഭരിതരാക്കി. PTA പ്രസിഡന്റ് ജോസ് ബാബേലി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുപുറം, പ്രധാന അധ്യാപകൻ ജോഷി പോൾ, മദർ PTA പ്രസിഡന്റ് ജോളി സ്റ്റീഫൻ, ജിസി പോൾ, കവിത മനോജ് എന്നിവർ സംസാരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ചാഴൂർ പഞ്ചായത്തിലെ 5ാം വാർഡിലെ വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെയും കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചു നൽകിയ 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കുടുംബശ്രീ തൊഴിൽ പരിശീലന ഉൽപാദന വിപണന കേന്ദ്രത്തിന്റെയും ചുറ്റുമതിലിന്റെയും വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചത്. ചടങ്ങിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK രാമചന്ദ്രൻ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ വ്യായാമം കുറഞ്ഞതുകൊണ്ട് ഡയബറ്റിക് രോഗികളായി തീർന്നു. ഇത് രണ്ടും വരുമ്പോൾ അതിന്റെ ഫലമായിട്ട് ഏതാണ്ട് വൃക്കരോഗത്തിലേക്ക് ആളുകൾ പതുക്കെ നടന്നെടുക്കുകയാണ്. ഹാർട്ട് തലത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായിട്ട് റവന്യൂ വകുപ്പിൽ തഹസിൽദാർ കം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായി നിയമനം ലഭിച്ച വേലൂർ സ്വദേശി CC ജോയിയെ വേലൂർ ചുക്കം
ചിന്താവേദി വായനശാല ആദരിച്ചു. MLA സേവ്യർ ചിച്ചിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. ചിന്താവേദി ചെയർമാൻ ഡോക്ടർ CF ജോൺ ജോഫി അധ്യക്ഷത വഹിച്ചു. മുൻ തൃശൂർ ജില്ലാ ലോട്ടറി ഓഫീസർ MN വിനയകുമാർ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, PR അനന്തകൃഷ്ണൻ, TK സിദ്ധാർത്ഥൻ, ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അതിനെ തരണം ചെയ്ത് അവനവന്റെ നിലപാടുകളിൽ ഉറച്ച് നിൽക്കുക എന്ന് പറയുന്നത് ചിലപ്പോ. കിഴുപ്പിള്ളിക്കര പ്രവാസി അസോസിയേഷൻ UAE ആൻഡ് കേരള ചാപ്റ്റർ സംഘടിപ്പിച്ച സ്നേഹ സൗഹൃദ സംഗമവും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള ആദരവും കിഴുപ്പിള്ളിക്കര മലർവാടിയിൽ നടന്നു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. KPA പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ജീന ചന്ദ്രൻ മാരത്ത്, KPA സെക്രട്ടറി അബ്ദുൾ അസീസ്, വാർഡ് മെമ്പർമാരായ CL ജോയ്, ഷൈനി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങളും ഉത്സവങ്ങളും മേളങ്ങളും പെരുന്നാളുകളും ഒരുപാട് കാര്യങ്ങളും വിവാഹങ്ങളും പല കാര്യങ്ങൾക്കും എത്താൻ കഴിയാതെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന ആക്രമണങ്ങൾക്കും പീഡനങ്ങൾക്കും എതിരെ ആളൂർ സെന്റ് ജോസഫ് ഇടവകയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. സെന്റ് ജോസഫ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി ആളൂർ സെന്ററിൽ എത്തി തിരികെ പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ഇടവക വികാരി ഫാദർ ജോയ് കടമ്പാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ വിപിൻ വേരൻപിലാവ്, സിസ്റ്റർ മരിയ ആന്റണി, സണ്ണി കണ്ണക്കുന്നി, ഡേവിസ് അരിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് ക്ലബ് പാവറട്ടി റോയലിന്റെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി ഹിന്ദു UP സ്കൂളിൽ ലഹരിവിരുദ്ധ ക്ലാസും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ക്ലബ് പ്രസിഡന്റ് OJ സെബാസ്റ്റ്യൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉണ്ണി വടക്കാഞ്ചേരി, പ്രധാനാധ്യാപിക VC രേഖ, എഞ്ചിനീയർ VC ജെയിംസ്, ടോണി ഫ്രാൻസിസ്, സണ്ണി വർഗീസ്, ടിജോ പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. BJP അമ്പലപ്പാറ കള്ളിക്കുന്ന് വാർഡ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും വാർഡ് കൺവെൻഷനും നടന്നു. ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പ്രവീൺ അധ്യക്ഷത വഹിച്ചു. K ശിവദാസ്, മുരളീധരൻ, ശ്രീറാം എന്നിവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്തിലെ ക്ഷീര കർഷക പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാലിത്തീറ്റ വിതരണം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് കാലിത്തീറ്റ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ സ്വാതി റത്തോഡ്, ജനപ്രതിനിധികളായ TC മോഹനൻ, PM അബുഷാലി, ചന്ദ്രശേഖർ, വെറ്റിനറി സർജൻ ഡോക്ടർ അനീഷാദ് എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണ യോഗം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PM മുഹ്സിൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ASM അസ്ഖർ അലി, തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് RA അബ്ദുൾ മനാഫ്, മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ASM അൽതാഫ് തങ്ങൾ, MK ഹബീബ്, PM ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പാറ മേലൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. ക്ഷേത്രം പൂജാരിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യക്ഷ ഗണപതി ഹോമം, ഗജപൂജ എന്നിവ നടന്നു. തുടർന്ന് മേളവും പ്രഭാത ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പാടൂർ വാണിവിലാസം UP സ്കൂളിൽ പൂർവ്വ അധ്യാപിക വിദ്യാർത്ഥി സംഗമം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികൾക്ക് സംഗമത്തിൽ രൂപം നൽകും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരുന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സ്കൂൾ മുൻ മാനേജർ ചിന്നമ്മ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ തബ്ഷീർ മഴുവഞ്ചേരി, രേഖ ജേക്കബ്, TL ജോമോൻ, KK ബൈജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
വിദ്യാർത്ഥികളിലെ കലാവാസന കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടന്നു. പുല്ലാങ്കുഴൽ വാദകൻ രഘുനാഥൻ സാവത്രി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സെബി പുത്തൂർ അധ്യക്ഷനായിരുന്നു. പ്രധാന അധ്യാപകൻ AB ജോളി, PTA പ്രസിഡന്റ് PC ജോസ്, വാർഡംഗം ഷീന വിൽസൺ, മദർ PTA പ്രസിഡന്റ് മേരി ടിംപിൾ, PV ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂ വേവ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. അമ്പലപ്പാറയിൽ നടന്ന ക്യാമ്പ് പ്രസിഡന്റ് PV ജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഖാസിം, മെമ്പർ വിജിത എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അപ്രതീക്ഷിത പേമാരിയിൽ ചാലക്കുടി പുഴയിലെ ജലവിധാനം ക്രമാതീതമായി ഉയർന്നു. മഴ നിലച്ചതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിന് ശമനമായി. അതിരപ്പള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും സന്ദർശകർക്ക് പ്രവേശനമില്ല. ജില്ലയിൽ നാളെ റെഡ് അലർട്ട്. പുത്തൂർ കള്ളായിലെ അനധികൃത പന്നി ഫാമിനെതിരെ പ്രതിഷേധം. പന്നി ഫാം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പരമ്പരാഗത മത്സ്യബന്ധന യാനകൾക്കുള്ള മണ്ണെണ്ണ വിതരണം അവതാളത്തിലായി. സർക്കാർ സബ്സിഡിയോടുകൂടെ ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിതരണം വഴിപാടായി മാറിയതോടെ സ്വകാര്യ വിപണിയെ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ മത്സ്യത്തൊഴിലാളികൾ. എല്ലാ മാസവും ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ കിട്ടുന്നത് ഏതാനും തവണകൾ മാത്രം. വീട്ടിലെ പുല്ലുപറിച്ചിലെന്നാരോപിച്ച് ഭാര്യയെയും മക്കളെയും ക്രൂരമായി മർദ്ദിച്ച സംഭവം. ഭർത്താവ് പന്തലൂർ സ്വദേശി വിനീഷിനെതിരെ കേസെടുത്ത് കുന്നംകുളം പോലീസ്. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച തൃശൂർ പബ്ലിക് ലൈബ്രറിയുടെ പുതിയ കെട്ടിടം തെരുവ് നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറുന്നു. വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതും അഗ്നിരക്ഷാ സംവിധാനം ഇല്ലാത്തതും കെട്ടിടം തുറന്ന് പ്രവർത്തിക്കാൻ തടസ്സമാകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.